പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫോൺ സ്ക്രീൻ ലോക്കോ അല്ലെങ്കിൽ പാസ്വേഡോ സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യം തന്നെ സെറ്റിങ്സിൽ പോയി പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട പിന്നോ അല്ലെങ്കിൽ പാറ്റേണോ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ജിമെയിൽ അക്കൗണ്ട് അതിലൂടെ ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരിക. നമ്മൾ അതിലല്ല കയറേണ്ടത്, നമ്മുടെ സ്കൂളിൽ നിന്നും തന്നിരിക്കുന്ന മെയിൽ ID വെച്ചാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. അതിനുവേണ്ടി ഈ വലതുവശത്തുള്ള ഈ ഫോട്ടോ വെച്ചിട്ടുള്ള ഐക്കൺ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രൈ അനദർ അക്കൗണ്ട് എന്നുള്ള അവിടെയും ക്ലിക്ക് ചെയ്യാം. ട്രൈ അനദർ അക്കൗണ്ട് എന്നുള്ളിടത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. അതിൽ താഴെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ക്ലാസ് ടീച്ചർ നമുക്ക് തന്നിരിക്കുന്ന മെയിൽ ID ടൈപ്പ് ചെയ്യുക. അതിൽ ആദ്യം സ്മോൾ ലെറ്റർ S എന്നായിരിക്കും, ബാക്കിയുള്ളത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്താണോ തന്നിരിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം @kiteschool.in എന്നുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അതും നമ്മുടെ ക്ലാസ് ടീച്ചർ നമുക്ക് തന്നിരിക്കുന്ന പാസ്വേഡാണ് അവിടെ കൊടുക്കേണ്ടത്. ആ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിളിൻ്റെ ടേംസും പ്രൈവസി പോളിസിയൊക്കെ കൊടുത്തിരിക്കുന്നത്, അത് ആക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പുതുതായി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ചുരുങ്ങിയത് 8 ക്യാരക്ടേഴ്സെങ്കിലും വരുന്ന രീതിയിൽ സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ക്യാപിറ്റൽ ലെറ്റർ വേണം, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആവരുത്, എല്ലാം സ്മോൾ ആകരുത്. ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ നമ്പേഴ്സ്, മറ്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി അതേ പാസ്വേഡ് തന്നെ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അതേ പാസ്വേഡ് തന്നെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകൂടി കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം വെൽക്കം എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പുതിയ അക്കൗണ്ട് കാണാം. അതിന് താഴെ ഐ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇങ്ങനെയാണ് കാണിക്കുക. പുതിയ അക്കൗണ്ടിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വലത് സൈഡിൽ ഇവിടെ കാണുന്ന M എന്ന് കാണുന്ന നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ഇവിടെ കാണാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ പിന്നീട് സൗകര്യം പോലെ ചെയ്യാം. നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ പ്രവേശിച്ചപ്പോൾ നമുക്കിവിടെ ക്ലാസ് റൂമുകൾ നമ്മുടെ ടീച്ചേഴ്സ് ഇൻവൈറ്റ് ചെയ്തതായിട്ട് കാണാം. അതിൽ ഇവിടെ കാണുന്ന ജോയിൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ക്ലാസ് റൂമിൽ നമ്മൾ ജോയിൻ ആയി കഴിഞ്ഞു. ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം കാണുക. താഴെ സ്ട്രീം, അതുപോലെ ക്ലാസ് വർക്ക്, പീപ്പിൾ എന്ന് കാണാം. സ്ട്രീം എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കാണുന്ന ക്ലാസ് വർക്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് എന്തെങ്കിലും ക്ലാസ് വർക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാം. അതുപോലെ പീപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഉള്ള കുട്ടികളുടെ പേരും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. മുകളിൽ ടീച്ചേഴ്സ് എന്നുള്ളിടത്ത് ടീച്ചറുടെ പേര് കാണാം. താഴെയുള്ള ക്ലാസ്മേറ്റ്സ് എന്നുള്ള താഴെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, ഈ
വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, ഗുഡ് ബൈ.